നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഹിന്ദു സന്യാസിമാർക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോഴിതാ സന്യാസിമാരുടെ വമ്പൻ റാലി പശ്ചിമ ബംഗാളിൽ നടക്കുകയാണ്. വടക്കൻ കൊൽക്കത്തയിലെ ബാഗ്നസറിലെ ശാരദാ ദേവിയുടെ വീട്ടിൽ നിന്നും ഷിംല സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമി വിവേകാനന്ദന്റെ തറവാട്ടിൽ വീട്ടിലേക്കാണ് നൂറുകണക്കിന് സന്യാസിമാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗ്നപാതരായി നടന്നത്. രാമകൃഷ്ണ മിഷനും അതിനോടൊപ്പം തന്നെ ഭാരത് സേവാശ്രമം സംഘത്തിനുമെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ അപലപിച്ചുകൊണ്ടാണ് സന്ത് സ്വാഭിമാൻ യാത്ര എന്ന പേരിൽ കൊൽക്കത്തയിൽ വമ്പൻ റാലി ഹിന്ദു സന്യാസിമാർ സംഘടിപ്പിച്ചത്. ഹിന്ദു സന്യാസിമാർക്കൊപ്പം തന്നെ ബിജെപിയുടെ പ്രവർത്തകരും റാലിയിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ സന്യാസിമാരുടെ പരമോന്നത സംഘടനയായ ബംഗിയ സന്യാസി സമാജിലെ അംഗങ്ങളോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ കൂടി ഈ റാലിയിൽ അണിചേർന്നിട്ടുണ്ടായിരുന്നു. ഹൂഗ്ലി ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും ഹിന്ദു സന്യാസിമാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശമുണ്ടായത്. കഴിഞ്ഞ മാസം രാമനവമി ഘോഷയാത്രയെ ഒരു സംഘം മത തീവ്രവാദികൾ ആക്രമിച്ചതിനെ തുടർന്ന് മുർഷിദാബാദിൽ നടന്ന ബെൽദംഗ കലാപത്തിന് ഭാരത് സേവാ സംഘത്തിലെ കാർത്തിക് മഹാരാജിനെ കുറ്റപ്പെടുത്തിയായിരുന്നു മമതാ ബാനർജി സംസാരിച്ചത്. പിന്നീട് ഇത് കാർത്തിക് മഹാരാജിനെ മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും എല്ലാ ഹിന്ദു സന്യാസിമാരും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിയുരാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ആ ഒരു സമൂഹത്തെ മുഴുവനാണ് അവഹേളിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു സന്യാസിമാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തിന് നേർക്കുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സന്യാസിമാരെ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ തന്നെ വടക്കൻ ബംഗാളിലെ ജയ്പാൽഗുരിയിലുള്ള രാമകൃഷ്ണ മിഷന്റെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടന്നിരുന്നു. ഇവിടുത്തെ രാമകൃഷ്ണ മിഷൻ പരിസരം ചില അക്രമികൾ നശിപ്പിക്കുകയും മാത്രമല്ല ചില സന്യാസിമാരെയും ജീവനക്കാരെയും മറ്റും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിരുന്നു. മമതാ ബാനർജി നടത്തിയ എല്ലാ അധിക്ഷേപങ്ങളും അത് ഹിന്ദു മതക്രമത്തിനെതിരായ ആക്രമണമാണ് എന്നും വ്യക്തിപരമല്ല എന്നുമാണ് സ്വാമി പ്രദീപ്താനന്ദ മഹാരാജ് എന്നറിയപ്പെടുന്ന കാർത്തിക് മഹാരാജ് പറയുന്നത്. അങ്ങനെ കാർത്തിക് മഹാരാജിനെതിരെ മമതാ ബാനർജി ഉന്നയിച്ച ഒരു അധിക്ഷേപ പരാമർശം അതിപ്പോൾ ബംഗാളിലെ മുഴുവൻ ഹിന്ദു സന്യാസിമാരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.